തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. രാവിലെ 11-നും 3-നും ഇടയിലാണ് പത്രികാ സമർപ്പണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കേരളം കടന്നു. ഇന്നു മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിക്കും. പകൽ 11-നും 3-നും ഇടയിലാണ് പത്രികാ സമർപ്പണം. നാമനിർദ്ദേശ പത്രിക നൽകുന്ന ദിവസം 21 വയസ്സ് പൂർത്തിയാകണം. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ജില്ലാ തെരഞ്ഞെടുപ്പ് വരണാധികാരിയായ കളക്ടർക്ക് മുൻപാകെയോ ഉപവരണാധികാരിയായ ADM-നോ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പാകെയോ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ കമ്മീഷൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള വരണാധികാരികൾക്കോ ഉപവരണാധികാരികൾക്കോ പത്രിക സമർപ്പിക്കണം. വാർഡുകൾ കൂടുതലുള്ള മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളിലും ഒന്നിലധികം വരണാധികാരികളെ നിശ്ചയിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് തലത്തിൽ മത്സരിക്കുന്നവർ 2000 രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും മത്സരിക്കുന്നവർ 4000 രൂപയും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും 5000 രൂപയും കെട്ടിവയ്ക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് നിശ്ചിത തുകയുടെ പകുതി മതിയാകും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം 3 അകമ്പടി വാഹനം മാത്രമേ 100 മീറ്റർ പരിധിക്കുള്ളിൽ അനുവദിക്കൂ. വരണാധികാരികളുടെ മുറിയിൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെ 5 പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഈ മാസം 21 വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുക. 22-ന് സൂക്ഷ്മ പരിശോധന നടത്തും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി 24-നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രസിദ്ധീകരിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.